ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് കാഡ്ബറി ഡയറി മിൽക്കിൻ്റെ ലോലി എന്നുള്ളൊരു മിഠായിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വില വന്നിട്ട് 5 രൂപയാണ്. ഇതൊരു ഷുഗർ ബോൾഡ് കൺഫെക്ഷനറിയാണ്, മോഡിഫൈഡ് ടോഫി വിത്ത് ചോക്ലേറ്റ് സെൻറ്റർ. ഇതിന് 2 ടൈപ്പിലുള്ള പാക്കിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് പുറമേ എയർ ഫിൽഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കവറും അതിൻ്റെ ഉള്ളിലായിട്ട് മുട്ടായിയെ കവർ ചെയ്ത് ഒരു റാപ്പറും ഉണ്ടായിരുന്നു. ആ റാപ്പർ നമ്മുടെ കോലിൽ ഭയങ്കരമായിട്ട് പറ്റി പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് ഇളക്കിയെടുക്കാൻ അല്പം പാടായിരുന്നു. പിന്നെ മുട്ടായിയുടെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക് എക്ലേഴ്സ് ഉണ്ടല്ലോ, ആ മുട്ടായി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ഒരു കോലിൽ കുത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അത് തന്നെയാണ് സംഭവം. അതേ ടെക്സ്ചർ, അതേ ടേസ്റ്റ്, അതേ ഫില്ലിംഗ്, ഷേപ്പ് മാത്രം വ്യത്യാസമെന്നേ ഉള്ളൂ. ചോക്കോ ഫില്ലിംഗ് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ മുട്ടായിൽ അത് സ്പ്രെഡായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഭാഗ്യപ്പോഴും നമ്മൾ തുണയ്ക്കാറില്ലല്ലോ. പക്ഷേ നേരത്തെ വാങ്ങിയ മുട്ടായിലെല്ലാം നടുക്ക് തന്നെ ഫില്ലിംഗ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫില്ലിങ്ങിൻ്റെ, പക്ഷെ കാണാനില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബാക്കി പത്രം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, സിംഗിളായ എനിക്കും ഒരു ലവ് ബൈറ്റ് കിട്ടി കേട്ടോ. നമ്മുടെ വിങ്കീസിൻ്റെ ചോക്കോ ഹാർഡ് കേക്ക് ഫിൽഡ് വിത്ത് ചോക്കോ ആൻഡ് ഹേസൽനട്ട് ക്രീമാണ്. ഒരു വെജിറ്റേറിയൻ കേക്കാണ്, പാക്കേജ്ഡ് ആണ്. സാധാരണ നമ്മുടെ പാക്കേജ്ഡ് കേക്കുകളൊന്നും എഗ്ലെസ് ആയിട്ട് കിട്ടാറില്ല, മിക്കതിൽ എഗ്ഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് പ്യൂർ വെജിറ്റേറിയൻ ആയിട്ടാണ് ഉള്ളത്. 20 രൂപയാണ് കേട്ടോ റേറ്റ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ബിസ്ക്കറ്റ് കണ്ടെയ്നറില്ലേ, ചില ബിസ്ക്കറ്റിൻ്റെ അകത്ത് വരുന്ന അതുപോലൊരു കണ്ടെയ്നർ ഇതിൻ്റെ അകത്തും ഉണ്ട്, ഹാർട്ട് ഷേപ്പിനുള്ള. അത് തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പാക്കിംഗ് ആണ്. ഞാൻ പലതവണ സ്പൂൺ വെച്ച് കഴിക്കാൻ നോക്കി. സാധാരണ ഞാൻ ഇത് കയ്യിൽ തട്ടിയിട്ട് കടിച്ചങ്ങ് തിന്നാറാണ് പതിവ്. വീഡിയോയ്ക്ക് വേണ്ടി സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കാൻ ശ്രമിച്ചെങ്കിലും പാളിപ്പോയി. അതുകൊണ്ട് വീണ്ടും ഞാൻ കയ്യിലെടുത്ത് തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രൈ ആയിരുന്നു കേട്ടോ. അത് എക്സ്പയറി ഡേറ്റിനോട് അടുത്തുകൊണ്ടാവാം. ഇതിൻ്റെ പുറത്തും അതുപോലെ തന്നെ അകത്തും ക്രീമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചോക്കോ ലാവ കേക്കൊക്കെ കിട്ടത്തില്ലേ, നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ അകത്തുനിന്ന് ലാവ ഇങ്ങനെ ഒഴുകി വരും പോലെ, അതിൻ്റെ വേറൊരു വകഭേദമായിരുന്നു. അപ്പോൾ ഉള്ളിലും പുറത്തും ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു. കഴിച്ച കേക്ക് പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ കണ്ടെയ്നറും അതിൻ്റെ ഷേപ്പും കളറും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ ഹെയർ ക്ലച്ചസ് ഇട്ട് വയ്ക്കാനായിട്ട് ഞാനിതങ്ങ് എടുത്തു. പണ്ടേ നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കെല്ലാം ഇങ്ങനെ കിട്ടുന്ന കണ്ടെയ്നറിൽ സ്ലൈഡും പിന്നും മുത്തുകളും ഇതുപോലെ തന്നെ ഹെയർ ക്ലിപ്സും എല്ലാം ഇട്ട് വയ്ക്കുക ഒരു ശീലമാണല്ലോ. നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കേക്ക് വാങ്ങിയാലും രണ്ടുണ്ട് ഗുണം. ഒന്ന്, നമുക്ക് നല്ല ആസ്വദിച്ചൊരു കേക്കും കഴിക്കാം, അതുപോലെ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കണ്ടെയ്നറും കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ലൊട്ടി ചോക്കോ പൈയുടെ റിയൽ ഓറഞ്ച് വിത്ത് റിച്ച് മാഷ്മെല്ലോസ് നമുക്കിന്ന് ട്രൈ ചെയ്താലോ. ഈ ഒരു സിംഗിൾ പാക്കറ്റിൻ്റെ വില 10 രൂപയാണ്. 25 ഗ്രാമാണ് ക്വാണ്ടിറ്റി. 100% പ്യുവർ വെജിറ്റേറിയൻ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിൽ മാഷ്മെല്ലോ ഉള്ളതുകൊണ്ട് തന്നെ അത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയത്തില്ല. വെജിറ്റേറിയൻ മാഷ്മെല്ലോസ് ഞാൻ റെയറായിട്ട് കണ്ടിട്ടുണ്ട്. സോ അവർ അതായിരിക്കാം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പാക്കറ്റ് നല്ല ഓറഞ്ച് നിറത്തിലാണ് കേട്ടോ. റിയൽ ഓറഞ്ച് ഫ്ലേവർ എന്ന് അവർ പറയുന്നതുകൊണ്ട് തന്നെ നല്ല ഓറഞ്ച് നിറത്തിലാണ്. പിന്നെ ഹാപ്പി മൊമെൻറ്റ്സ് എന്നൊക്കെ പുറമെ എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഈ പാക്കറ്റ് തുറന്ന് നോക്കാം. നമ്മുടെ എഡിബിൾ പാർട്ട് വിസിബിളി നമ്മൾ നോർമൽ ലൊട്ടി ചോക്കി പൈയുടെ പോലെ തന്നെയാണ് ഇരിക്കാറ്. കുറച്ചുകൂടെ ലൈറ്റ് ചോക്ലേറ്റിയാണ്. പുറമേ വിസിബിളായിട്ട് ഒരു ഓറഞ്ച് ഡ്രിപ്പിംഗ് ഉണ്ട്. ശരിക്കും അവർ സാൻഡ്വിച്ച് മോഡലിൽ വെച്ചിരിക്കുന്നത് ബിസ്ക്കറ്റ്സ് ആണോ അതോ കേക്കാണോ എന്നറിയത്തില്ല. ചിലതിൽ ബിസ്ക്കറ്റ്സ് എന്നും ചിലതിൽ കേക്ക് എന്നും കാണാറുണ്ട്. ഇത് എന്തായാലും നമുക്കിനി കഴിച്ചു നോക്കാം. ഒരു ബൈറ്റ് എടുത്ത് കഴിയുമ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാണാറ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കും പോലെ ശരിക്കും നടുക്കായിട്ട് ഈ ഓറഞ്ച് ജ്യൂസ് കോൺസെൻട്രേറ്റ് ഉണ്ട്. അതൊരു ജെല്ലി പോലെയോ നല്ല തിക്ക് ഷുഗറി ആയിട്ടുള്ളൊരു ജെല്ലി പോലെയാണ് ഇരിക്കുക. മാഷ്മെല്ലോസ് ഇതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ കണ്ടോ, ഇങ്ങനെ നമ്മൾ തുറന്നെടുക്കുമ്പോഴത്തേക്ക് ആ മാഷ്മെല്ലോ മെൽറ്റായത് വിട്ട് വരുന്ന നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് ആ ഓറഞ്ചിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഓറഞ്ച് ജ്യൂസ് കോൺസെൻട്രേറ്റ് ഒരു തേന്, അതായത് ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള നല്ലൊരു തേന് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മണമാണ്, നല്ല രുചിയാണ്, വെറൈറ്റിയാണ്. ബൈ ബൈ.